ഭസ്മധാരി മഹാദേവൻ, ഭസ്മപ്രിയൻ. നശ്വരമായ സർവ്വതും എരിഞ്ഞു തീർന്ന് ഭസ്മമാകേണ്ടതാണ്. ത്യാഗത്തിൻ്റെ പ്രതീകമായ ഭസ്മത്തെ തന്നോട് ചേർത്ത് പിടിച്ച് തന്നെ ഭാഗമാക്കിയ മഹാദേവൻ. ഇരുകര തൊട്ടാലേ ഇഹവര ജീവിതപ്പുഴ നീന്തി കയറുവാനാകൂ. അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലേ ഇക്കരെ കൊട്ടിയൂരപ്പനെ കാണാവൂ. PS നമ്പീശൻ എഴുതിയ മനോഹരമായ അർത്ഥവത്തായ വരികൾ. തന്നിലെ ശക്തിയെ, ദൈവിക ചൈതന്യത്തെ മറന്നുപോയ മനുഷ്യജന്മം. അവൻ്റെ ജീവിതത്തിലെ താങ്ങാനാവാത്ത നിമിഷങ്ങൾ ആർത്തിരമ്പിപ്പായുന്ന ബാവലി നദിയിലെ തിരമാലകളോട് ഉപമിച്ചിരിക്കുന്നു. ജീവിതമാകുന്ന ആ നദി നീന്തിക്കിടന്ന് ഉണർവിൻ്റെ പടവുകളിലേക്ക്, നദിക്കരയിലേക്ക്, അക്കരെ കൊട്ടിയൂർ. അപമാനഭാരം താങ്ങാനാവാതെ 33 കോടി ദേവതകളെ സാക്ഷിയാക്കി യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടിയ സതീദേവി കേവലമായ വികാരങ്ങൾ ഹോമിച്ച ഇടം, അഗ്നിയിൽ ശുദ്ധീകരണം നടത്തിയ ഇടം, പാർവതി ദേവി എന്ന ശക്തിയുടെ ഉറവിടത്തിലേക്ക് കടക്കാൻ കാരണമായ ഇടം, ജീവിതത്തെ ഒരു ഉത്സവമാക്കാൻ പ്രേരണയാകുന്ന ഇടം. മനുഷ്യൻ പിറവിയെടുക്കുന്നത് 28 നക്ഷത്രങ്ങളിൽ. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങൾ ഉത്സവ ദിനങ്ങൾ. ഓരോ മനുഷ്യനും തന്നിലുള്ള പരമസത്യം, പരമാത്മാവിനെ കണ്ടെത്താനുള്ള ഉണർവിലേക്കുള്ള, നിർവാണയിലേക്കുള്ള പടവുകൾ. ഇഹലോകത്തെ സന്തോഷവും സങ്കടവും ഉൾക്കൊണ്ട് പരമപദത്തിലേക്ക്, ഇക്കരെ കൊട്ടിയൂർ. തത്വമസി എന്ന മഹാസത്യം ഉൾക്കൊണ്ട് ദൈവിക ഊർജത്തിൻ്റെ കലവറയായ മഹാദേവൻ്റെ മുടിയുടെ പ്രതീകമായ ഓടപ്പൂവ് തന്നോട് ചേർത്ത് പിടിച്ച് ജീവിതമെന്ന മഹാസത്യത്തിലേക്ക് ശാന്തമായ നദിയായി തിരിച്ചെത്തി തൻ്റെ വാസഗൃഹത്തിൻ്റെ പ്രധാന വാതിലിൽ ഓർമ്മപ്പെടുത്തലിനായി തൂക്കിയിടുന്ന ഓടപ്പൂവ് വിശുദ്ധി ചക്രം പോലെ ജ്ഞാനമായി, നിർവാണയിലേക്ക് നയിക്കുന്ന ധ്യാനമായി ഒരു ജന്മം മുഴുവൻ നിലകൊള്ളുന്നു. കാത്തിരിക്കാം കൊട്ടിയൂരിലേക്ക്, അടുത്ത ഇടവത്തിലെ ചോദ്യനാളിലേക്ക്, തിക്കിത്തിരക്കുകൾ കൂട്ടാതെ ശാന്തമായി ഉണർവിൻ്റെ പടവുകളിലേക്ക്.